ഹലോ, മിർഷാദ് VC വ്ളോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ മറ്റൊരു യൂട്യൂബ് റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരുപാട് ആളുകൾ എന്നെ പോലെ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളുകളാണ്. ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ടാവും, ഷോർട്സുകൾ ഇടുന്നുണ്ടാവും, അതേപോലെ ലൈവ് വീഡിയോസ് ഇടുന്നുണ്ടാവും. 1000 സബ്സ്ക്രൈബേഴ്സ് ആവുക, അതേപോലെ 4000 വാച്ച് അവർ ആവുക എന്നുള്ള ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും ഒരു ലക്ഷ്യം. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് യൂട്യൂബ് ചാനലിൽ കാണാൻ കഴിയും. പക്ഷേ ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, നമ്മുടെ വാച്ച് അവർ എവിടെയാണ് കറക്റ്റ് കാണിക്കുന്നത്. ഇപ്പോഴും YT സ്റ്റുഡിയോ ആപ്പ് പോലും ഇൻസ്റ്റാൾ ചെയ്യാതെ വെറും യൂട്യൂബ് എന്നൊരു ആപ്പ് വെച്ചിട്ട് മാത്രം ലൈവ് ചെയ്യുന്നവരും ഷോർട്സുകൾ അപ്ലോഡ് ചെയ്യുന്നു, വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. പക്ഷേ ഇത് എത്രയായി, ഇതിന്റെ വ്യൂവേഴ്സ്, അതേപോലെ വാച്ച് അവർ എത്രയായി എന്നുള്ളതൊന്നും അറിയാൻ കഴിയാതെ ഇപ്പോഴും വീഡിയോസ് ചെയ്യുന്ന ചില ആളുകളെങ്കിലും ഉണ്ടാവും. അപ്പൊ നമുക്ക് YT സ്റ്റുഡിയോ ഉള്ള ആളുകൾ തന്നെ എവിടെയാണ് കറക്റ്റ് വാച്ച് അവർ കാണിക്കുന്നത്, എവിടെയാണ് കറക്റ്റ് വ്യൂവേഴ്സ് കാണിക്കുന്നത് എന്നൊന്നും ഇപ്പോഴും നോക്കാൻ അറിയാത്ത ആളുകളുണ്ടാവും. അപ്പൊ നമ്മൾ ഇന്ന് YT സ്റ്റുഡിയോ ആപ്പ് ഒരു സ്ക്രീൻ റെക്കോർഡ് വെച്ചിട്ട് നമുക്ക് സൈഡിൽ ഒരു സൈഡ് സ്ക്രീനിന്റെ സഹായത്താൽ എവിടെയാണ് നമ്മുടെ കറക്റ്റ് വാച്ച് അവർ കാണുന്നത്, വ്യൂവേഴ്സ് എവിടെയാണ് കാണുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്രയായിട്ടുണ്ട് എന്നുള്ളത് കാണാം, നമ്മളെ വീഡിയോസ് കാണാം, അതിന് എത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ട്, എത്ര വ്യൂ കയറിയിട്ടുണ്ട്, അതൊക്കെ കാണാമെന്നല്ലാതെ നമ്മുടെ വാച്ച് ടൈം കാണാനുള്ള ഒരു സംവിധാനം നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിലില്ല. അതിന് YT സ്റ്റുഡിയോ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക തന്നെ വേണം. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മുകളിലായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്രയായിട്ടുള്ളത് കാണാം. അതിൻ്റെ താഴെയായിട്ട് വ്യൂവേഴ്സ്, അതേപോലെ വാച്ച് ടൈം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു കൗണ്ട് നമ്മൾ ഇത് എത്രയാണോ കാണിക്കുന്നത് അത് വെച്ചിട്ടല്ല നമ്മുടെ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുന്നത്. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഈ കണ്ടന്റ് എന്നുള്ള ഓപ്ഷനിൽ നമ്മുടെ ഓരോ വീഡിയോസിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഓരോ വീഡിയോസിന് എത്രയാണ് നമുക്ക് വാച്ച് അവർ കിട്ടിയിട്ടുള്ളത്, എത്ര വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഓരോരോ വീഡിയോസും നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക. നമ്മുടെ ലൈവിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക, ഷോർട്സിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഈ ഒരു ലൈവിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ കണ്ടോ, 1.4K വ്യൂവേഴ്സും വാച്ച് ടൈം അതിന് 10.7 ഹവറും കയറിയിട്ടുണ്ട്. ഓക്കെ, അതിവിടെ വാച്ച് ടൈമും അതിന് സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സബ്സ്ക്രൈബേഴ്സ് കാണിക്കും. ആ ഒരു വീഡിയോക്ക് പ്രത്യേകിച്ച് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വേറെ ഇവിടെ നമുക്ക് കാണാം. അതേപോലെ നമ്മളെ ലൈവിൻ്റെയൊക്കെ ഈ ഒരു വാച്ച് അവർ നമ്മുടെ ആ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയയിലേക്ക് ആഡായി പോയി കഴിഞ്ഞാൽ അവിടെ 0 ആയിട്ട് കാണിക്കും. ഇപ്പോൾ 10.7 വാച്ച് അവർ കാണിക്കുന്നത് അത് നമ്മൾ ആ ഒരു ക്രൈറ്റീരിയലിൻ്റെ അതിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ആഡായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് 0 ആയിട്ട് കാണിക്കും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ഒരു ലൈവിൻ്റെ ഇത് കാണിക്കുമ്പോൾ കണ്ടോ, ഇവിടെ വാച്ച് അവർ 0 ആണ് കാണിക്കുന്നത്. കാരണം അത് ആ ഒരു വാച്ച് അവർ എത്രയാണോ കിട്ടിയത് അത് നമ്മൾ ആ ഒരു ക്രൈറ്റീരിയയിലേക്ക് ആഡായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 0 കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മുടെ ഓരോരോ വീഡിയോസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് കണ്ടോ, ഇതും 0 ആണ് കാണിക്കുന്നത്. ഇതിൻ്റെയും വാച്ച് അവർ അതിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓരോ വീഡിയോയുടെ ഡീറ്റെയിൽസും നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്, അതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാത്തത്. ഇതിൻ്റെ ഇനി ആഡ് ആവാനുള്ളത് കൊണ്ടാണ് ആ 10 ഹവർ അവിടെ കാണിക്കുന്നത്, 10.7 ഹവർ അവിടെ കാണിക്കുന്നത്. അത് ആഡായി കഴിഞ്ഞാൽ അവിടെയും 0 ആയിട്ട് മാറും. പിന്നെ അതേപോലെ ഈ അനലിറ്റിക്സ്, അതിൽ നമുക്ക് ഓരോരോ അതിൻ്റെ ഡീറ്റെയിൽസുകൾ, ഓഡിയൻസ്, കണ്ടന്റ്, ഇതൊക്കെ ഇതിൽ ചെക്ക് ചെയ്യാം. കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ കമൻറ്റുകൾ, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ ചെക്ക് ചെയ്യാം. നമുക്ക് മെയിനായിട്ട് നമ്മൾ നോക്കുന്ന കാര്യം നമ്മളെ വാച്ച് അവർ, കറക്റ്റ് വാച്ച് അവർ കിട്ടുന്നത്. അതിന് ലാസ്റ്റ് കാണുന്ന ഏൺസ് എന്ന് കാണിക്കുന്ന ആ ഒരു ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് കാണിക്കുന്നത് ഹാഫ് മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ ആണ് കാണിക്കുന്നത്. അതിന് 3 വീഡിയോ 90 ദിവസത്തിൻ്റെ ഉള്ളിൽ അപ്ലോഡ് ചെയ്തിരിക്കണം. അതേപോലെ 365 ദിവസത്തിനുള്ളിൽ 3000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ 3 മാസത്തിനുള്ളിൽ 90 ദിവസത്തിൻ്റെ ഉള്ളിൽ 3 മില്യൺ ഷോർട്സ് വ്യൂവേഴ്സ് ആവുക. ഇതിലേതെങ്കിലും ഒന്നായി കഴിഞ്ഞാൽ
ഹാഫ് മോണിറ്റൈസേഷന് നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ നമ്മുടെ ശരിക്കുള്ള മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യേണ്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് താഴെ കാണിക്കുന്നതാണ്. ഈ ഫസ്റ്റ് കാണിക്കുന്നതല്ല, താഴെ കാണിക്കുന്നതാണ്. ഇതാ ഇവിടെ ഈ താഴെ കാണിക്കുന്ന ഒന്നെങ്കിൽ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുക 365 ദിവസത്തിനുള്ളിൽ, അല്ല എന്നുണ്ടെങ്കിൽ 90 ദിവസത്തിൻ്റെ ഉള്ളിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ് ആവുക. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മോണിറ്റൈസേഷനുള്ള അപ്ലൈ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. ഇവിടെയാണ് നമുക്ക് കറക്റ്റ് നമ്മുടെ ഒരു വാച്ച് ടൈം കാണിക്കുന്നത്. ഇവിടെയാണ് വാച്ച് ടൈം ചെക്ക് ചെയ്യാനുള്ളതും നമ്മളെ ക്രൈറ്റീരിയകളൊക്കെ ചെക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയ ഇവിടെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ YT സ്റ്റുഡിയോയിൽ നമ്മുടെ വാച്ച് അവറിനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നത് ഈ ഒരു ഏരിയ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.